സുഹൃത്തുക്കളെ, അങ്ങനെ ഇന്ന് 1200-ാം ആണ്ട് മിഥുനം 1-ാം തീയതിയാണ്. എല്ലാ 1-ാം തീയതിയും ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ട് ഞങ്ങളുടെ വീട്ടിൽ വിളക്ക് തെളിച്ച് ശേഷം നമ്മളുടെ ഗൃഹത്തിന് ഏറ്റവും അടുത്തുള്ള അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് ഇന്നും ദർശനം കണ്ടു. ശേഷം എൻ്റെ നാട്ടിൽ നിന്നിട്ട് 30 കിലോമീറ്റർ അകലെയുള്ള വെഞ്ഞാറമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന എൻ്റെ കുടുംബക്ഷേത്രം സന്ദർശനം ചെയ്തു. കുടുംബക്ഷേത്രത്തിനോട് അടുത്ത് ഇലങ്കം ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ഒരു ഭഗവതി ക്ഷേത്രമുണ്ട്. അവിടെയും ഞാൻ ദർശനം ചെയ്തു. നല്ല മഴയായിരുന്നു രാവിലെ. അതിനുശേഷം നേരെ വന്നിട്ട് എൻ്റെ നാട്ടിലുള്ള വയലിൽ ശ്രീ ആയിരവില്ലിക്കാവ് എന്ന് പറഞ്ഞിട്ട് ശിവപാർവതി ക്ഷേത്രം, അവിടെ പോയിട്ട് വിളക്ക് തെളിച്ചു. അതിന് തൊട്ട് അടുത്ത് തന്നെ ഒരു ആയിരവില്ലി കാവുണ്ട്. വയലിൽ ആയിരവില്ലിക്കാവ് എന്നാണ്. അവിടെയും തിരിയൂന്നി ശേഷം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം ആയിരവല്ലി കുന്നിലാണ്. അപ്പോൾ ആയിരവല്ലി കാവിൽ വന്നിട്ട് ഇവിടെയും വിളക്ക് തെളിച്ചു, പ്രാർത്ഥിച്ചു, ഭഗവാനെ കണ്ടു, എല്ലാം ചെയ്തു. പിന്നെ നല്ല മഴ ഇവിടെ പെയ്യുന്നുണ്ട്. കാലവർഷത്തിൻ്റേതായിട്ടുള്ള ഒരു മഴ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു കൗതുകകരമായ സംഭവമാണിത്. കുട്ടിക്കാലത്തൊക്കെ നമ്മളിത് പറിച്ചിട്ടിങ്ങനെ കണ്ണിൽ എഴുതുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഞാനും ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ഇത് അനുകരിക്കാതിരിക്കുക. കാരണം ഈ സംഭവത്തിൽ ചെറിയ ആരോ അതുമല്ലെങ്കിൽ മണ്ണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ണിൻ്റെ കാര്യം കട്ട പുകയായിരിക്കും. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാതിരിക്കാം. പിന്നെ കുടുംബക്ഷേത്രത്തിലും നമ്മുടെ എല്ലാ ക്ഷേത്രത്തിലും പോയ ക്ഷേത്രങ്ങളിലൊക്കെ വഴിപാടുകളൊക്കെ കഴിപ്പിച്ചിട്ടുണ്ട്. നെയ്വിളക്ക്, ഭാഗ്യസൂക്തം, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ 1-ാം തീയതിയും നമ്മൾ പിന്നെ കർപ്പൂരമൊക്കെ കൊളുത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാ 1-ാം തീയതിയും നമ്മൾ നിർബന്ധമായിട്ടും ഗൃഹത്തിനടുത്തുള്ള ക്ഷേത്രങ്ങൾ, കാവുകൾ ഇത് നമ്മൾ സന്ദർശനം ചെയ്യുക. രാവിലെ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വൈകുന്നേരം നമ്മൾ ഉറപ്പായിട്ടും സന്ദർശനം ചെയ്യാതെ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും ദൈവികമായ ഒരു ഊർജ്ജവും പോസിറ്റിവിറ്റിയും ലക്ഷ്മി കടാക്ഷവും നേടിത്തരും. പിന്നെ ഇന്ന് നല്ല മഴയായിരുന്നു. അപ്പോൾ ആ ഒരു മഴയെ അവഗണിച്ചുകൊണ്ട് ആ ഒരു യാത്ര ചെയ്ത് ഞാൻ പൂർത്തീകരിച്ചു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും വരും. അതിനെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോവുക. അതിനുള്ള ചെറിയ ചെറിയ പ്രാക്ടീസസാണ് ഇതുപോലെയൊക്കെയുള്ള വിശേഷ ദിവസങ്ങൾ, ഇങ്ങനെ കിട്ടുന്ന മഴകൾ, അതിനെയൊക്കെ നമ്മൾ അതിജീവിക്കുക. ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളെയും നമ്മൾ അതിലൂടെ അതിജീവിക്കാനായിട്ട് നമ്മൾ ഒരുക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും മിഥുനം 1 ആശംസകൾ നേരുന്നു.